എന്താ മോനെ, നീ എന്താ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുന്നത്? എന്താ അങ്ങനെ പറയുന്നത്? അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് അല്ലേ, കുറച്ച് ഡ്രസ്സ് എടുത്ത. അത് ഇത്രയും ഡ്രസ്സോ? ഇതൊക്കെ ആർക്കാ? നമ്മുടെ കുടുംബത്തിൽ എത്ര ആളുണ്ടമ്മേ? ചെറിയച്ഛനുണ്ട്, ചെറിയമ്മയുണ്ട്, വലിയച്ഛനുണ്ട്, വലിയമ്മയുണ്ട്, മേമയുണ്ട്, അളിയനുണ്ട്, പെങ്ങളുണ്ട്, എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. എന്തിനാടാ ഇത്രയൊക്കെ പൈസ ചെലവാക്കുന്നത്? ഇന്നലെ രാത്രിയാണ് നീ ഗൾഫിൽ നിന്ന് എത്തിയത്. നിന്നോട് രാവിലെ കാണാതിരുന്നപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പുറത്തു പോയതാണ് ഞാൻ വിചാരിച്ചത്. കല്യാണത്തിന് എടുത്തു കൊടുത്താൽ പോരടാ, ഇത് എൻഗേജ്മെന്റ് അല്ലേ, ഞാൻ എന്തായാലും കല്യാണത്തിന് എടുക്കേണ്ടത് ഇതുപോലെ. അതല്ലമ്മേ, എപ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോഴും ഞാൻ കുറേ ഡ്രസ്സൊക്കെ അവർക്ക് എടുത്തു തരല്ലേ. ഇപ്രാവശ്യം ഒന്നും വാങ്ങിയിട്ട് വന്നിട്ടില്ലേ, ഇപ്പോൾ ഇത് രണ്ടും കൂടി ഒരു ടാലി ആയില്ലേ, അങ്ങനെ മേടിച്ചതാ. എന്തിനാടാ അത്? കഴിഞ്ഞ ആഴ്ച ഒരു കാർഗോ വന്നിരിക്കുന്നത്. നീയല്ലേ പറഞ്ഞാൽ വലിയച്ഛനും വലിയമ്മയ്ക്കും മേമ്മയ്ക്കും എല്ലാവർക്കും ഉള്ള സാധനങ്ങളുണ്ടെന്ന്. അത് ഇന്ന് വരെ പൊട്ടിച്ചിട്ടില്ല. അപ്പം അത് കൊടുത്താൽ പോരാ, അതിൻ്റെ ഇതും വേണോ? അതിൽ കാര്യമായിട്ടൊന്നുമില്ലമ്മേ. വലിയമ്മ ഒരു കെറ്റിൽ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറിയച്ഛനൊരു ടോർച്ചും, അതിൽ കുറച്ച് ഗൾഫ് സാധനവും ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. അല്ലമ്മ, അവർക്കൊക്കെ കൊടുക്കുന്നതിന് അമ്മ എന്തിനിങ്ങനെ കണക്ക് പറയാൻ നിൽക്കുന്നതൊക്കെ നമ്മുടെ കുടുംബക്കാരല്ലേ. ഞാൻ കണക്ക് പറഞ്ഞതൊന്നുമല്ല. നീ എല്ലാ പ്രാവശ്യം ഗൾഫിൽ നിന്ന് വരുമ്പോഴേ എന്തിനാ അവർക്കിങ്ങനെ വാരി 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 കൊടുക്കുന്നു? എത്ര കഷ്ടപ്പെട്ട് നീ പൈസ ഉണ്ടാക്കുന്നത്? ഇങ്ങനൊന്നും പറയല്ലമ്മേ. അമ്മ ഈ വലിയച്ഛനും ചെറിയച്ഛനും വലിയമ്മയ്ക്കും അവരൊക്കെ എന്നോട് എന്ത് സ്നേഹമെന്നറിയോ. എല്ലാ ദിവസവും വാട്സപ്പിൽ മെസ്സേജ് അയക്കും, വീഡിയോ കോൾ ചെയ്യും, എനിക്ക് വിശേഷം ചോദിക്കും, സുഖമാണ് ചോദിക്കും, ഭക്ഷണം കഴിച്ച് ചോദിക്കും. അമ്മ അവർക്കൊക്കെ എത്ര സ്നേഹമെന്നറിയാം എന്നോട്. പൈസയല്ലമ്മേ, സ്നേഹമാണ് ഏറ്റവും വലുത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെ പറയുള്ളൂ. അടുത്ത ഞായറാഴ്ച എൻഗേജ്മെന്റ്, പന്തലും സാധനങ്ങളൊക്കെ വേണ്ടേ? നീ അതൊക്കെ ഒന്ന് ഏൽപ്പിക്ക് വേഗം. അതൊന്നും അമ്മ പേടിക്കണ്ട, അതൊക്കെ ഞാൻ ഒരു ഇവന്റ് മാനേജർ തന്നെ ഏൽപ്പിച്ചില്ലേ, അവർ സമയം ചെയ്തോളൂ. എടാ, നിനക്ക് പെൺകുട്ടിനെ കാണാൻ പോകണ്ടേ? ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. നീ എപ്പോഴാണ് പോകുന്നത്? ഇന്ന് ബീച്ചിലേക്ക് വരാറുണ്ടമ്മേ, കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. എന്നാ വാ, വന്ന് കഴിച്ചിട്ട് നീ വേഗം പോയി കുട്ടിനെ കണ്ടിട്ട് വാ. നല്ല ഫോണാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്തിൻ്റെ വിശേഷം? 3 മാസം മുമ്പ് വീട്ടുകാർ പെണ്ണ് കാണാൻ വന്ന ശേഷമേ നമ്മൾ പിന്നെ ഫുൾ ടൈം ഫോണിൽ തന്നെയായിരുന്നല്ലോ സംസാരം. ഏകദേശം എല്ലാ വിശേഷങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയാ? ഇന്നലെ നേരിട്ട് ആദ്യമായിട്ട് കാണല്ലേ. പിന്നെ പഠിത്തമൊക്കെ എങ്ങനെ വന്നു? കുഴപ്പമില്ലാണ്ട് പോണു. ഇനിയിപ്പോൾ 1 വർഷം കൂടിയല്ലേ ഉള്ളൂ കോഴ്സ് കഴിയാൻ. ആക്ച്വലി ഈ വരുത്തിന് തന്നെ കല്യാണം കഴിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ഇനിയിപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വീണ്ടും പോയി 1 വർഷം വെയിറ്റ് ചെയ്യണ്ടേ? ഇതെങ്ങനെയാ? വീട്ടുകാരും അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വരത്തിന് തന്നെ കല്യാണം നടത്താം, വെറുതെ എന്തെങ്കിലും വലിച്ചു നീട്ടുന്നെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോഴ്സ് കഴിഞ്ഞ ഒരു സമാധാനമല്ലോ. പിന്നെ ഈ കല്യാണത്തിന് ശേഷം പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു ചടപ്പാന്നേ. അല്ല, എന്തായാലും നന്നായി. ഇനിയിപ്പോൾ പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് പറയുമ്പോൾ അത് തനിക്ക് ഒരു തന്നെ അല്ലേ. പിന്നെ ഗൾഫുകാരൻ വന്നിട്ട് എനിക്ക് ഈ ഫോണല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടുവന്നില്ല. തനിക്ക് കൊണ്ടുവരാതിരിക്കുമോ? താൻ പറഞ്ഞ പെർഫ്യൂം കൊണ്ടുവന്നിട്ടുണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ എൻ്റെ വക 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അതുകൂടെ 2-3 സർപ്രൈസ് ഉണ്ട്. ആ കാറ് നിറച്ച് നിനക്കുള്ള സാധനം തന്നെയാണ്. താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ? വിശക്കണം. എനിക്ക് മോളിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ. നമുക്ക് അവിടെ നിന്ന് കഴിച്ചാൽ പോരെ? എന്നാ വാ, അവിടെ പോയി കഴിക്കാം. ഇവിടെ വാഴ തുറന്നു വെച്ചിട്ട് ആരും ഇല്ല ഇവിടെ. മോനെ, വല്യച്ഛനാ? എപ്പോ ഇപ്പൊ എത്തിയുള്ളൂ മോനെ. എന്നാലും വല്യച്ഛൻ നല്ല ആളാട്ടോ. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന ദിവസം വന്നില്ല, എൻഗേജ്മെന്റ് എങ്കിലും വന്നൂടെ? എന്നാ ഒരു റോഡ് കോൺട്രാക്ടർ വേറെ ഇത്രയും തിരക്കോ? എവിടെ മോനെ, മഴയല്ലേ, മലയച്ചിന് ഉണ്ടാക്കിയത് എല്ലാ റോഡും പൊട്ടിപ്പൊളിഞ്ഞു വേണം. അതാ വരാൻ. ഞാൻ വന്നില്ലെങ്കിൽ നിന്റെ പരിപാടിയെല്ലാം വലിയ ഫോണിലൂടെ കാണിച്ചത്. അപ്പോഴാണ് സന്തോഷമായത് വലിയ. ആ സാറിലെ വല്യമെല്ലാം മാറ്റുന്നായിരുന്നു. വല്യച്ഛനെല്ലാം കഴിക്കാൻ എടുക്കട്ടെ? ഒന്നും വേണ്ട മോനെ. വലിയ എറണാകുളത്ത് ഓടിയെത്തി അതിനെ കാണാൻ വേണ്ടി. എൻ്റെ അച്ഛനൊക്കെ അവിടെ. അച്ഛൻ ജോലിക്ക് പോയതാ, അമ്മ ഇപ്പം ആരെയോ കാണാൻ വേണ്ടിട്ട് പുറത്ത് പോയിരിക്കുന്നു. ഇത്രയും ദൂരത്ത് വന്നല്ലേ, എന്തെങ്കിലും കഴിക്കാല്ലേ ചാ? അതൊക്കെ പിന്നെ കഴിക്കടാ. മലയച്ചനെ ഗൾഫിൽ നീ ഒന്നും കൊണ്ടുവന്നില്ലേ? ഞാൻ ഗൾഫിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞ സാധനം കൊണ്ടുവന്നല്ലോ. അല്ല, വല്യച്ഛനൊന്നും കിട്ടിയില്ലേ? അത് ടോർച്ചും പാക്കും ചോക്ലേറ്റ് അല്ലേടാ, അല്ല കുപ്പിയോടല്ല. വല്യമ്മ പ്രത്യേകം പറഞ്ഞിട്ട് വല്യച്ഛന് കുപ്പിയൊന്നും കൊടുക്കണ്ടെന്ന്. അവിടെ അങ്ങനെയൊക്കെ പറയും, നീ നോക്കണ്ട, നിന്റെ എടുക്കടാ. വല്യച്ഛ ഞാൻ ആ കൂടി 3 കൊണ്ടുവന്നില്ലേ, അത്രയും കൊണ്ടുവരാൻ വേണ്ടു. പരിപാടി ദിവസം 2 പൊട്ടിച്ചു. ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അമ്മമാർക്ക് അന്ന് വരാൻ പറ്റില്ല, അവർക്ക് വേണ്ടി മാറ്റി വെച്ചാണ്. അവർക്ക് നീ ഇവിടുത്തെ സാധനം വാങ്ങിക്കൊടുക്കുക, നീ വലിയ സാധനം കൊടുക്കുക.
വല്യച്ഛനിരിക്കി. ഇതിനല്ലേ ഞാൻ ഓടിപ്പൊടിച്ച് വന്നത്. ഇവനൊരു മാതിരി. ഇപ്പൊ എല്ലാം സമാനമായത്. അല്ല നീ കുറച്ച് ദിവസം ലീവ് ഉണ്ടാ? ഇല്ല വല്യച്ഛ, ഇത് എമർജൻസി ലീവ് തന്നല്ലേ. ഇപ്പൊ കല്യാണത്തിന് 2 മാസം കിട്ടും. ഇതെനിക്കിപ്പോ അടുത്ത ഞായറാഴ്ച പോകണം. അടുത്ത ഞാൻ ഉണ്ടായില്ല കേട്ടോ, വലിയമ്മനെ അയക്കാം. എന്നാ ശരി. എടാ വിനോദ്, എന്താണെന്നാലും ഇങ്ങനെ പറഞ്ഞത്? എടാ ഞാൻ റിട്ടേൺ ടിക്കറ്റ് ഒക്കെ എടുത്തതാ. കഴിഞ്ഞ ആഴ്ച അവിടെ എത്തണ്ടല്ലേ? കമ്പനി മെയിൽ അയച്ചിരുന്നു കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാൻ. എടാ യുദ്ധത്തിനെ ബാധിച്ചോ നമ്മളോ? ആണ്. എത്ര ആൾ റൂമിൽ കഴിക്കുന്നുണ്ട്? പണി പോവോ? എൻ്റെ സെറ്റിൽമെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ലാന്ന്. എനിക്കറിയില്ലടാ, ആ പേടിയാകുന്നുണ്ട്. ആ ശരി, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണേ. ആ ശരി, ദൈവമേ പണി പോവോ? ആ വിനോദേട്ടാ, നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ദേവിക, ഞാൻ അന്ന് പറഞ്ഞ പോലെ ഞാൻ ലീവ് നീട്ടിയല്ല കേട്ടോ. കമ്പനി കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ കമ്പനി നല്ല മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. വേറെ എൻ്റെ സെറ്റിൽമെൻറ്റ് അവർ ഇങ്ങോട്ട് അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. അതായത് എൻ്റെ അടുത്ത് ജോലി പോയടോ. അറിയാലോ, ഇപ്പോഴത്തെ പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് മനസ്സിലാകുന്നില്ല. അയ്യോ, എന്നോട് ലീവ് നീട്ടിയെന്നല്ലേ പറഞ്ഞത്? അല്ലപ്പോൾ ഏട്ടന് നല്ല എക്സ്പീരിയൻസ് ഇല്ലേ? ഗൾഫിൽ വേറെ എവിടെയെങ്കിലും കമ്പനിയിൽ നോക്കിക്കൂടെന്നാ? അല്ല, എക്സ്പീരിയൻസ് വെച്ച് വേറെ ജോലി കിട്ടും. പക്ഷേ ഈ ഒരു സമയത്ത് ആരും പുതിയ ആൾക്കാർ എടുക്കും തോന്നലോ. എന്തായാലും ഇതൊക്കെ തീരെ ഒരു 3-4 മാസം കഴിയില്ലേ. അതുവരെ നാട്ടിലെന്തെങ്കിലും ജോലി നോക്കിയാലോ എന്ന് ആലോചിക്കുക. മിണ്ടല്ലേ വിനോദേട്ടാ, അവിടെ 1.5 ലക്ഷം സാലറി ഉള്ളതല്ലേ? നാട്ടിൽ വന്ന് നിന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടും പറഞ്ഞിട്ടാ? ഏറിപ്പോയാൽ 25-30 കിട്ടും. അതുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കുടുംബക്കാരുടെ അടുത്തൊക്കെ ഏട്ടൻ അവിടെ 2 ലക്ഷത്തിന് മേലെ സാലറി ഉണ്ട്, സ്വന്തമായിട്ട് ഫ്ലാറ്റും കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നടന്നിരിക്കുക. കല്യാണത്തിന് ശേഷം എന്നെ കൊണ്ടുപോകുന്നൊക്കെ ഞാൻ എത്ര പൊങ്ങച്ചടിച്ചോന്നറിയോ? ഏട്ടപ്പം ഇങ്ങനെ പറഞ്ഞാലോ? ഒന്നും പറയണ്ട, അവിടെ എന്തെങ്കിലും ജോലി നോക്ക്, നാട്ടിലെന്തായാലും വേണ്ട. ഹലോ, ഇതൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടല്ലേ. വേറെ എന്തായാലും ഇപ്പോൾ 4-5 മാസത്തേക്ക് അങ്ങോട്ട് പുതിയ ജോലി നോക്കാൻ പറ്റില്ലടോ. ഇനിയിപ്പോൾ 4-5 മാസം കഴിഞ്ഞിട്ട് അവിടെ കിട്ടിയില്ലെങ്കിലോ? വിനോദേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. ഏട്ടൻ്റെ ജോലിയും സാലറിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ മാരേജിന് ഓക്കെ പറഞ്ഞത്. ഏട്ടപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിലേ എനിക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടി വരും. എടോ, അതുവരെ ഇവിടെ ജോലിക്ക് പോയിട്ട് അതിന് ശേഷം. ഹലോ, എന്താടാ അത്? നീ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്, പുറത്തിറങ്ങാണ്ട്? ഒന്നുമില്ലമ്മ. എടാ, അല്ലെങ്കിലും ഗൾഫിലെ ജോലി എന്ന് പറഞ്ഞാലേ സ്ഥിരമൊന്നും അല്ലല്ലോ. ഇതിപ്പോൾ അവിടെ ഇങ്ങനത്തെ പ്രശ്നമായത് കൊണ്ടല്ലേ. നീ അതും പറഞ്ഞിങ്ങനെ പുറത്തിറങ്ങാണ്ടിരുന്നാലോ? 1.5 മാസമല്ലേ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട്. അമ്മയ്ക്ക് പേടിയാവുന്നു, അതുകൊണ്ട് പറയുക. വേറൊന്നും കൊണ്ടല്ലമ്മേ, പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഓരോ ചോദ്യം ചോദിക്കുന്നു, അതുകൊണ്ടാ. പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ നിന്റെ കാര്യം നോക്കലാണല്ലോ പണി. എടാ, ഈ പ്രശ്നം തീർന്നാ ഗൾഫിലേക്ക് എന്തായാലും നിന്നെ തിരിച്ചു വിളിക്കും, അത് അമ്മയ്ക്ക് ഉറപ്പാ. ഇപ്പൊ നീ ഇങ്ങനെ ഇരിക്കുന്നതേ ആ ദൈവം നിനക്കൊരു തിരിച്ചറിവ് തന്നതാ, അങ്ങനെ കണക്കൂട്ടിയാൽ മതി. എടാ, അമ്മ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. നീ ഗൾഫിലുണ്ടാകുമ്പോഴേ നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഇഷ്ടം പോലെ വാരി വാരി കൊടുത്തില്ലേ. ഇപ്പൊ ജോലി പോയില്ലേ, ഒരാളെങ്കിലും നിന്ന് തിരിഞ്ഞു നോക്കാൻ വരുന്നുണ്ടോ? നീയല്ലേ പറഞ്ഞു വലിയച്ഛൻ അങ്ങനെ സ്നേഹമാണ്, വലിയമ്മയ്ക്ക് സ്നേഹമാണ്, മേമ്മയ്ക്ക് സ്നേഹമാണെന്ന്. ഇപ്പൊ എവിടെ അവരുടെ സ്നേഹം? ഇപ്പൊ നിന്നെ വിളിക്കലുണ്ടോ? അല്ല വീഡിയോ കോൾ കാണലുണ്ടോ? ഗൾഫിൽ ദിവസം വീഡിയോ കോൾ കാണുന്നൊക്കെയല്ലേ നീ പറഞ്ഞത്. പൈസ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഉണ്ടാവും, പൈസ ഇല്ലെങ്കിൽ മനുഷ്യനുണ്ടാവില്ല. അത് നീ മനസ്സിലാക്കണം. നീ എന്താ പറഞ്ഞ്? പൈസയല്ലേ അമ്മയെ വലുത് സ്നേഹമാണെന്നുള്ളത് അല്ലേ? നിന്റെ പൈസ ഉണ്ടാകുമ്പോഴേ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും നിന്റെ കുടുംബക്കാർക്കും ഇഷ്ടം പോലെ കൊടുത്തില്ലേ. വലിയച്ഛൻ എത്ര കൊടുത്തു നീ പൈസ? 50,000 1 ലക്ഷം പറഞ്ഞിട്ട് പണിക്ക് വേണം പറഞ്ഞിട്ട്. ആ ചെറിയമ്മയ്ക്ക് എത്ര കൊടുത്ത്, മേമ്മയ്ക്ക് എത്ര കൊടുത്ത്? നീ അവർ കൊടുത്തൊന്ന് തിരിച്ചു ഒതുക്കി, അപ്പം മനസ്സിലാകും സ്നേഹം എന്താന്നുള്ളത്.
പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും, പൈസ ഇല്ലെങ്കിലേ നീ തനിച്ചായിരിക്കും. മോൻ പേടിക്കൊന്നും വേണ്ട, നിനക്ക് എന്തായാലും ഗൾഫിൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. ഇനിയെങ്കിലും നീ പൈസന്റെ വില എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കും. പൈസ കയ്യിലുണ്ടാകുമ്പോൾ നമ്മളെ തേടി പലരും വരും. അന്ന് കൂടെയുള്ളവരൊക്കെ സ്നേഹം കൊണ്ടാണ് വരുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന വലിയൊരു സത്യമുണ്ട്. ഈ പണത്തിന് ഈ സമൂഹത്തിൽ വലിയൊരു വിലയുണ്ട്. കയ്യിൽ പണമില്ലാത്തപ്പോൾ നമ്മൾ എത്രത്തോളം ഒറ്റപ്പെട്ടു പോകുന്നു എന്നത് പലരും അനുഭവിക്കുന്ന കൈപ്പേറിയ പാഠമാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ അതൊരിക്കലും അനാവശ്യമായിട്ട് ചിലവായി കളയരുത്. ഇനിയിപ്പോൾ അത്രയും നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കുക. അതിൻ്റെ പുണ്യം ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പൈസ വളരെ അത്യാവശ്യമാണ്, അത് വിവേകത്തോടെ മാത്രം ചിലവാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.